ഹലോ, നമുക്കിന്ന് ഇവിടെ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാം. അപ്പം നമ്മൾ കൈ കൊണ്ട് ഉരുട്ടി ഉണ്ടാക്കുന്ന പോലെയല്ല, ഒരു വെളുത്തുള്ളിയുടെ ഷേപ്പിലാണ് കേട്ടോ അന്നത്തെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. അതിലൊരു തരി ഉപ്പിട്ട് കൊടുക്കുക. അധികം ഉപ്പിടരുത്, മധുരം ചേർത്ത് ഉണ്ടാക്കണ കാരണം അധികം ഉപ്പിടരുത്. അപ്പം നമ്മൾ അരിപ്പൊടി നല്ല കട്ടയൊക്കെ കളഞ്ഞ് നല്ലപോലെ അരിച്ചെടുക്കണം കേട്ടോ. അപ്പം അതിലേക്ക് നല്ല പോലെ തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. അപ്പം നല്ല പോലെ ഇത് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ട് കൈ കൊണ്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. ചൂട്ടോട് കൂടി കുഴക്കരുത്. ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ നൂലപ്പത്തിനൊക്കെ കുഴക്കണ പോലെ നല്ല പോലെ കുഴച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് ശർക്കരയും നാളികേരം വെക്കാനായിട്ട് വേണം. അതിനായിട്ട് ശർക്കരപ്പാനി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ല പോലെ ഇളക്കി വെള്ളമെല്ലാം വറ്റി വരണം കേട്ടോ. നല്ല ഡ്രൈ ആവണം. വെള്ളത്തോട് കൂടി നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊഴുക്കട്ട എല്ലാം പൊട്ടി ഒലിക്കും. അപ്പോൾ നല്ല പോലെ ഡ്രൈ ആയി വന്നതിന് ശേഷമാണ് ഇത് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് ഏലക്കായും ജീരകവും കൂടി പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഇനി നല്ല പോലെ ഡ്രൈ ആയി വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ വെള്ളമൊക്കെ വറ്റി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഈ ഒരു അച്ച് വെച്ചിട്ടാണ് കേട്ടോ അന്നത്തെ കൊഴുക്കട്ട ഉണ്ടാക്കണത്. അപ്പോൾ ഒരു വെളുത്തുള്ളിയുടെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ സാധാ കൊഴുക്കട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനൊരു ഷേപ്പ് മാറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവരത് കഴിച്ചോളും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെ വെളുത്തുള്ളിയുടെ ഷേപ്പിൽ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. ഇനി ഇത് നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അധികം വേവില്ല. പൊടി നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുത്തത്. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ വെളുത്തുള്ളിയുടെ ഷേപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ വെന്ത് വേവിച്ചെടുക്കാം നമുക്ക്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ 4 മണിക്കൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കൊഴുക്കട്ട തിന്നാത്തവർക്ക് ഇതുപോലെ ഒരു ഷേപ്പ് ഒന്ന് മാറ്റി ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചോളും. അപ്പോൾ എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.